ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. പ്രകടന പത്രിക പുറത്തിറക്കി ബിജെപി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമാക്കാൻ ദേശീയ നേതാക്കൾ എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രിയോടെ കൊച്ചിയിലെത്തും. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ പര്യടനത്തിനിറങ്ങും. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണിയൊരുക്കി മലയാളികൾ വിഷുവിനെ വരവേറ്റു. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭക്തർ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജയന്തി ദിനത്തിൽ സ്മരണയോടെ രാജ്യം. അസന്നിഹിത വോട്ടർമാർക്കായി സംസ്ഥാനത്ത് വീട്ടിൽ വോട്ട് നാളെ മുതൽ. 85 വയസ്സ് കഴിഞ്ഞവരുടെയും ഭിന്നശേഷിക്കാരുടെയും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തും. IPL ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 162 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച നടക്കാനിരിക്കെ രാജ്യത്ത് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. 102 മണ്ഡലങ്ങളാണ് ഈ മാസം 19-ന് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലും കർണാടകയിലും NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാക്കളും പ്രചാരണത്തിൽ സജീവമാണ്. ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8:30 കൊച്ചി വിമാനത്താവളത്തിലെത്തും. തുടർന്ന് കൊച്ചി നാവിക വിമാനത്താവളത്തിലേക്ക് ഹെലികോപ്റ്ററിൽ പോകുന്ന അദ്ദേഹം രാത്രി എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ തങ്ങും. നാളെ രാവിലെ കാർ മാർഗം തൃശൂരിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന കുന്നംകുളം ചെറുവട്ടാനിയിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. പിന്നീട് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലം NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ V. മുരളീധരന്റെ പ്രചാരണാർത്ഥം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തിരികെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് 12:50 ന്യൂഡൽഹിക്ക് മടങ്ങും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് NDA പ്രചാരണത്തിനായി വ്യാഴാഴ്ച സംസ്ഥാനത്തെത്തും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാളെയും മറ്റന്നാളും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. രാഹുൽ ഗാന്ധിക്കായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ മാസം 20-നും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി 22-നും കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഇരിങ്ങാലക്കുട, തൃശൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ LDF പ്രചാരണത്തിനെത്തും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറ്റന്നാൾ കാസർഗോഡ്, കണ്ണൂർ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, CPI ജനറൽ സെക്രട്ടറി D. രാജ എന്നിവരും വരും ദിവസങ്ങളിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പത്രിക പുറത്തിറക്കിയത്. BJPയുടെ 2024 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസനം, സ്ത്രീക്ഷേമം, അടിസ്ഥാന സൌകര്യം എന്നിവയ്ക്ക് പത്രിക ഊന്നൽ നൽകുന്നു. ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വനിതാ സംവരണ നിയമം, 6G, ബുള്ളറ്റ് ട്രെയിൻ, മുദ്രാ വായ്പാ പരിധി 20 ലക്ഷം രൂപയാക്കൽ എന്നിവ നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. അതിനിടെ BJP പ്രകടന പത്രികയെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് രംഗത്തെത്തി. തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതികൾ BJP പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റ് ആരോപിച്ചു. വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്കുള്ള നിയമപരമായ ഉറപ്പ്, പണപ്പെരുപ്പം കുറയ്ക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രകടന പത്രിക മൌനം പാലിക്കുന്നുവെന്നും അവർ പറഞ്ഞു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ വിമർശിച്ച ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി 10 വർഷം അധികാരത്തിൽ തുടർന്നിട്ടും BJP വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആയുധ സംവിധാനം DRDOയും ഇന്ത്യൻ കരസേനയും വിജയകരമായി പരീക്ഷിച്ചു. രാജസ്ഥാനിലെ പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത്. അത്യാധുനിക ടാങ്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന് പകലും രാത്രിയും ആക്രമണശേഷിയുണ്ട്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളത്തിൽ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. മണ്ഡല പര്യടനവുമായി സ്ഥാനാർത്ഥികൾ സജീവമാണ്. ദേശീയ നേതാക്കൾ സംസ്ഥാനത്തെത്തുന്നതോടെ പ്രചാരണത്തിന് ചൂടേറും. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് ലോക്സഭാ മണ്ഡലത്തിൽ NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സെയ്ദ്, NCP അജിത് പവാർ പക്ഷ സ്ഥാനാർത്ഥി TP യൂസഫ് എന്നിവരുടെ അന്തിമഘട്ട പ്രചാരണ പരിപാടികൾ ദ്വീപിൽ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് ലേഖകൻ അബ്ദുൽ സലാം.
അന്ത്രോത്ത്, മിനിക്കോയ്, കൽപ്പേനി, കവരത്തി എന്നീ ദ്വീപുകളിലായാണ് 3 സ്ഥാനാർത്ഥികളും നിലവിൽ അന്തിമ പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ പരിപാടികൾ ദ്വീപുകളിൽ പുരോഗമിക്കുന്നത്. ഈ മാസം 19-ന് നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി ലക്ഷദ്വീപിൽ അവശ്യ സേവനങ്ങൾ നൽകുന്നവർക്കായുള്ള പോസ്റ്റൽ വോട്ടിംഗ് വിവിധ ദ്വീപുകളിൽ ആരംഭിച്ചു. അഗത്തി, അമനി, അന്ത്രോത്ത്, കടമത്ത്, കവരത്തി, കിർത്താൻ എന്നീ ദ്വീപുകളിലാണ് പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും കപ്പലുകളിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ നിരവധി പേർ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വോട്ടുകൾ രേഖപ്പെടുത്തി. അമനി, അഗത്തി, കിർത്താൻ, കവരത്തി എന്നീ ദ്വീപുകളിലായി ഹോം വോട്ടിംഗും ആരംഭിച്ചു. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് എന്നിവർക്കൊപ്പം അജിത് പവാർ പക്ഷ NCP സ്ഥാനാർത്ഥി TP യൂസഫ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി K കോയ എന്നിവരുടെയും സാന്നിധ്യം ലക്ഷദ്വീപ് ഇത്തവണയും ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി നാളെ ആരംഭിക്കും. അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134-ാം ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ചൈത്യഭൂമിയിലും ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷാഭൂമിയിലും വിവിധ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പാർലമെന്റ് അങ്കണത്തിലെ അംബേദ്കർ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷം നടന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി KS സുബ്രഹ്മണ്യൻ അയ്യർ, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീകുമാർ മുഖത്തല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുദിനം കൂടി. വിഷുക്കണി കണ്ടുണർന്നും വിഷുക്കൈനീട്ടം നൽകിയും നാടെങ്ങും ആഘോഷലഹരിയിലാണ്. വിഷുദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വിഷുക്കണി ഒരുക്കിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. കണി ദർശിക്കാനായി ഇന്നലെ രാത്രി മുതൽ ഭക്തർ വരി ആരംഭിച്ചിരുന്നു. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിലും വിഷുക്കണി ഒരുക്കിയിരുന്നു. ശബരിമലയിലെ വിഷുക്കണി ദർശനത്തിനായി പുലർച്ചെ 4-ന് നട തുറന്നു. സന്നിധാനത്തിന് പുറമെ മാളികപ്പുറത്തും പമ്പ ഗണപതി ക്ഷേത്രത്തിലും വിഷുക്കണി ഒരുക്കിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും വിഷുക്കണി ദർശനത്തിനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വയനാട് ജില്ലയിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലും കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വിഷുക്കണി ദർശനത്തിനായി രാവിലെ മുതൽ തന്നെ ഭക്തജന പ്രവാഹമായിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വിഷുദിനത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് ചാർത്താൻ 20 പവനിലേറെ തൂക്കം വരുന്ന പൊന്നിൻ കിരീടം കോയമ്പത്തൂർ സ്വദേശി ഗിരിജയും ഭർത്താവ് രാമചന്ദ്രനുമാണ് തങ്കക്കിരീടം സമർപ്പിച്ചത്. ഇന്ന് ദീപാരാധന കഴിഞ്ഞാണ് പൊന്നിൻ കിരീടം സോപാനത്തിൽ സമർപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 162 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ കൊൽക്കത്ത ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FC ഗോവ FCയെ നേരിടും. രാത്രി 7:30-ന് ഗോവയിലാണ് മത്സരം. പ്ലേ ഓഫിൽ എലിമിനേറ്റർ മത്സരങ്ങൾ ഈ മാസം 19 മുതൽ ആരംഭിക്കും. മെയ് 4-നാണ് ഫൈനൽ. പാലക്കാട് തെക്കുറിശ്ശിയിൽ മണ്ണിടിഞ്ഞ് കിണറ്റിൽ വീണയാൾ മരിച്ചു. കുഴൽമന്ദം തെക്കേക്കര സ്വദേശി സുരേഷാണ് മരിച്ചത്. പ്രദേശത്തെ പൊതുകിണർ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കുന്നതിനിടെ ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാംഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. പ്രകടന പത്രിക പുറത്തിറക്കി BJP. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമാക്കാൻ ദേശീയ നേതാക്കൾ എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രിയോടെ കൊച്ചിയിലെത്തും. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ പര്യടനത്തിനിറങ്ങും. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണിയൊരുക്കി മലയാളികൾ വിഷുവിനെ വരവേറ്റു. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭക്തർ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ജയന്തി ദിനത്തിൽ സ്മരണയോടെ രാജ്യം. അസന്നിഹിത വോട്ടർമാർക്കായി സംസ്ഥാനത്ത് വീട്ടിൽ വോട്ട് നാളെ മുതൽ. 85 വയസ്സ് കഴിഞ്ഞവരുടെയും ഭിന്നശേഷിക്കാരുടെയും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തും. IPL ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 162 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.